ആശയത്തിന് തന്നെ തുടക്കം കുറിച്ച ലേഖാരംഗൻ, അതേപോലെ ലക്കി ഗേൾ സഹോദരിമാരിലെ ഏറ്റവും ഇളയവളായ ശ്രീദേവി എന്നിവരാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത്. നമുക്കിതിൻ്റെ തുടക്കത്തെക്കുറിച്ച് ലേഖയോട് കൂടുതൽ ചോദിച്ചറിയാം. ലേഖ, ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് ലേഖയാണ് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന് ലക്ഷ്മി പറയുകയുണ്ടായി. എവിടെ നിന്നാണ് ലേഖയ്ക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്? അതിനൊരു ധൈര്യം എവിടെ നിന്നാണ് വന്നത്? അതിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചേച്ചിയെടുത്ത് പറയാൻ തോന്നി, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഓണം അടുപ്പിച്ച് വരുന്ന ഇതായിരുന്നു. ഞാൻ ചേച്ചി നമുക്ക് എന്തായാലും ഓണത്തിൻ്റെ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയും ചിന്തിച്ചപ്പോൾ ശരിയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്തു. അത് പിന്നെ കസിൻ സിസ്റ്റേഴ്സിനെ രണ്ടുപേരെയും വിളിച്ചറിയിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടക്കമായത്. അത് എന്നോടെയായിരുന്നു? ഇങ്ങനെ ഓണത്തിന് തൊട്ട് മുമ്പായിരുന്നോ? എത്ര നാളെടുത്തു നിങ്ങൾ ഈ ആൽബം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? അന്ന് 2.5 മാസമായി. ജൂലൈയിൽ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് ഇറക്കിയതല്ലേ? 2.5 മാസത്തോളം ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആദ്യത്തെ തുടക്ക കാലം എങ്ങനെയായിരുന്നു? നിങ്ങൾക്കൊരു സ്വയം ഒരു ധൈര്യം വേണമല്ലോ ഇത് തുടങ്ങാനായിട്ട്. അതെങ്ങനെയായിരുന്നു? ആർക്കും ഒരു സംശയം ഉണ്ടായില്ലേ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തിൽ? ആദ്യം ഞങ്ങൾ ജോൾസിനെയൊക്കെ കാണാനായിട്ടൊക്കെ പോയി. നല്ല ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഇറങ്ങിയത്. പിന്നെ അത് സക്സസ് ആയപ്പോൾ പിന്നെ അടുത്തതും ചെയ്യാമെന്നായി. ആരാ ഇതിനകത്ത് ഏത് തീം വേണം അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇപ്പൊ മാറ്റുകാലം അത് ഹിറ്റായി എന്ന് പറഞ്ഞു. അത് ഒരുപാട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഇത് ആരാണ് ഇതിന്റെ ബിസിനസ് ഇത് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അത് മെയിനായിട്ട് ലക്ഷ്മി കൂട്ടായ ഡിസ്കഷനിലൂടെയാണ്. അപ്പൊ ഏറ്റവും പുതിയ നിങ്ങളൊരു ആൽബം ചെയ്യുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു. അതിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ടൊരു പാട്ടുണ്ടോ? ഞങ്ങൾ രണ്ടും കൂടെ ട്യൂൺ ചെയ്തൊരു പാട്ടുണ്ട്. ഏതാ പാട്ട്? ആരും കാണാതെ പൂനിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ നീ, ആരും കാണാതെ പൂനിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ നീ, ആദ്യാനുരാഗത്തിൻ തേൻമഴയായി താമര കണ്ണുകളിൽ നാണം മിഴിക്കൂവി ഒരു മഴയുടെ സംഗീതമായി, ഒരു മഴയുടെ സംഗീതമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനകത്ത് എത്ര പാട്ടാണ് പുതിയ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അത് പ്ലാൻ ചെയ്തില്ല, ഓരോന്നായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതുവരെ അത് ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പൊ എത്ര ഗാനങ്ങളായി അതില്? 4 സോങ് ആയി. ഒരെണ്ണം കൂടെ പാടാം. എല്ലാം പാടി നമ്മള് സസ്പെൻസ് കളയണ്ട. പുഷ്പവനിയിൽ നീ ആരോരും അറിയാതെ വന്നു, നീ എൻ്റെ പുഷ്പവനിയിൽ നീ ആരോരും അറിയാതെ വന്നു നീ. ഈ നിങ്ങൾ ഈ ട്രൂപ്പ് നടത്തല്ല, അത് വേറെന്തെങ്കിലും പ്രൊഫഷൻ നിങ്ങൾ 5 പേര് ആരെങ്കിലും വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ലക്ഷ്മി ചേച്ചി ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് സ്കൂളിൽ ടീച്ചർ വർക്ക് പഠിപ്പിക്കുന്നുണ്ട്. എത്ര നാളായി ചേച്ചി? 2-3 വർഷമായി. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ സൗദിർന കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്നു. മ്യൂസിക് തന്നെ ചെയ്യുന്നു. ബാക്കി എല്ലാവരും ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതേപോലെ നിങ്ങൾ 5 പേര് ഒന്നിച്ച് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ വീട്ടിൽ 2 പേര് കല്യാണം കഴിച്ചു, അതുകൊണ്ടൊരു ഇല്ല, അതൊരു ചെറിയ ബ്രേക്ക് വന്നിട്ടുള്ളൂ. ഇനിയും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ ക്രിസ്മസ് കരോളിലാണ് നമ്മുടെ തുടങ്ങും. ക്രിസ്മസ് കരോളിലേക്ക് തന്നെ പോകാം. ക്രിസ്മസ് കരോളിലെ ഏത് ഗാനങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിയതരം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എല്ലാവരും ഇഞ്ചിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ 3 സോങ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് എഴുതിയത്? യേശുവിൻ്റെ തന്നെ 3 സോങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സോങ് ഒന്ന് പാടി. യേശുവിൻ നാമം വാഴ്ത്തി പുകഴ്ത്തിടാം ജീവിത വീഥിയിൽ, യേശുവിൻ നാമം വാഴ്ത്തി പുകഴ്ത്തിടാം ജീവിത വീഥിയിൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രിസ്മസ് നമ്മളുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും സഖിയുടെ പ്രത്യേക ക്രിസ്മസ് ആശംസകളോടെ, അതുപോലെ നമ്മുടെ ലക്കി ഗേൾസിന് എല്ലാവിധ ഭാവുകങ്ങളോടും കൂടി സഖിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.